ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പപ്പടം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. പപ്പടം ഇതുപോലെ വെള്ളത്തിൽ മുക്കിയെടുത്ത് ഒരു കിടിലം ഐറ്റമാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഈ പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞെടുത്തതാണ് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വഴറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടതൊന്ന് വഴറ്റാം. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സവോളയുടെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ടതൊന്ന് വഴറ്റാം. തക്കാളി ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയൊക്കെ ഒരുപാടങ്ങ് കൂടിപ്പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. പൊടികൾ മൂത്ത് കളറൊന്ന് ചേഞ്ചായി ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്കും ഇനി ഇത് 2-3 മിനിറ്റ് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യുക. ഈ തക്കാളി ഒരുപാടങ്ങ് വെന്ത് പോകാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ പപ്പടം ഒന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഈ പപ്പടം കുതിർന്നു പോകാൻ സാധ്യതയുണ്ട്. വെള്ളത്തിൽ മുക്കിയെടുത്ത പപ്പടം ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. മൈദാപ്പൊടികൾ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈദ മിക്സ് ഇതുപോലെ ചുറ്റിനും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊന്ന് ചുറ്റിനും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കണം. എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഉള്ളിൽ എണ്ണ കയറാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. പപ്പടം എല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്പടം ഇതുപോലെ ഇട്ട് കൊടുക്കുക. പപ്പടം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിരിക്കുന്നതായതുകൊണ്ട് വളരെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ച പപ്പടം ഇതുപോലെയെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.